ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് രഞ്ജിത് കുമാർ ഫ്രം അർമാൻ കൺസൾട്ടിങ്. നമ്മളൊരു ഫിനാൻഷ്യൽ ടിപ്സ് ആണ് തരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലയൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് സേവിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ഇത് മൂന്നും നമ്മൾ ഒന്നായിട്ടാണ് കാണുക. ഇത് ഡിഫറെൻറ്റ് പേർപ്പസ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഷുറൻസിനെ നമ്മൾ ചിലപ്പോൾ സേവിങ്സ് ആയിട്ട് കാണും, ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണ്, പക്ഷേ നമ്മൾ ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഇത് മൂന്ന് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു തരത്തിലായിരിക്കണം നമ്മളിതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലിടക്ക് വന്നൊരു ചർച്ചയാണ് ബാങ്ക് അക്കൗണ്ട്സിനെ കുറിച്ചൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ബാങ്ക്സിൽ നമ്മളൊരു എത്ര എമൗണ്ട് ഇട്ടാലും നമുക്ക് ഏകദേശം എത്രയാണോ FD ഉള്ളത് അതിന് നമുക്ക് ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം സെക്യൂരിറ്റി 5 lakhs ആണ്. അതിൻ്റെ മുകളിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ബാങ്കിൻ്റെ കയ്യിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടില്ല. അതൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് വേണ്ടി വരുന്നുള്ളത്, ഒരു മിനിമം നമുക്കൊരു 4 ബാങ്ക് അക്കൗണ്ട്സ് വേണം. നമ്മളൊരു SB അക്കൗണ്ട്, അതായത് നമ്മളെ സാലറീസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നൊരു അക്കൗണ്ട്. ആ അക്കൗണ്ടിലായിരിക്കും നമ്മളെ ഇൻകം വരിക. അതുപോലെ തന്നെ രണ്ടാമത് വേണ്ടുന്നൊരു നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട് വേണം. അപ്പോൾ നമ്മൾ സാലറി ഒക്കെ ഇൻകം വന്നൊരു അക്കൗണ്ട് നമ്മൾ ഇതിലേക്ക് മാറ്റുക, അത് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സ്പെൻസസ് കംപ്ലീറ്റ് ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്ന അക്കൗണ്ടിലാണ് കൃത്യമായിട്ട് പോകുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ നമുക്ക് വേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് എന്തൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു അക്കൗണ്ടിലൂടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്ത് പോകേണ്ട തരത്തിലേക്ക് വേണം. നാലാമത് വേണ്ടത് നമുക്കൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു എമർജൻസി ഫണ്ടാണ്. ആ എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മൾ വേറെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ക്ലയൻസിനോട് പറഞ്ഞാൽ നമുക്ക് മിനിമം 6 months ഒരു എമർജൻസി ഫണ്ട് വേണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ബേസ് വന്നിട്ടുള്ള തന്നെ എമർജൻസി ഫണ്ടും ഹെൽത്ത് ഇൻഷുറൻസ്, PA പോളിസീസ്, അതുപോലെ തന്നെ ഇനഫ് ടേം ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മളൊരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളതിനൊരു ഫണ്ട് വേണം. ഇന്ന് പല ആളും സ്ട്രഗിൾ ചെയ്യുന്നത് പെട്ടെന്ന് നമ്മൾക്കൊരു എമർജൻസിക്ക് ഫണ്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എത്രയാണോ നിങ്ങളെ ഇൻകം വരുന്ന മന്തിൽ അതിൻ്റെ ഒരു 6 times നമ്മളൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു പാത്രത്തിലെങ്കിലും ഇട്ട് വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കുറേ ക്ലയൻസും ഉണ്ട് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4 അക്കൗണ്ട് വെക്കുക. ഒന്ന് SB അക്കൗണ്ട്, സേവിങ്സ് വരുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെൻസസ് അക്കൗണ്ട്, മൂന്നാമത്തെ വന്നത് നിങ്ങളുടെ ഇൻകം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ട്, നാലാമത്തെ വന്നത് എമർജൻസി ഫണ്ടിന് വേണ്ടി. താങ്ക് യു വെരി മച്ച്.